അവരുടെ കോലം എങ്ങനെയെന്നറിയുമോ? അവരുടെ പിന്താരങ്ങളിൽ വലിയ വലിയ കൊടികുത്തി വെച്ചിരിക്കുകയാണ്, വലിയ വലിയ കൊടികുത്തി വെച്ചിരിക്കുകയാണ്. നടക്കാൻ കഴിയാതെ മലതാരത്തിൽ കൊടിയും വെച്ചുകൊണ്ട് ഇടഞ്ഞിടന്നൊരു വിഭാഗം നാളെ നടന്നു വരും. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ വൃത്തികെട്ടവരാരാ നബിയേ? മലതാരത്തിൽ കൊടികുത്തി വെച്ചുകൊണ്ട് വരുന്ന ഈ വൃത്തികെട്ടവരാരെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, സഹാബ, അത് ചതിയന്മാരാ, അവര് നാളെ പരലോകത്ത് വരുന്നത് ഇങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മലദ്വാരത്തിൽ പിന്താരത്തിൽ കൊടിയും വെച്ചിട്ടാ വരണ ചില മഹാന്മാര്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയുടെ മിനാരമൊക്കെ നമ്മുടെ കൊടിയുടെ മുന്നിൽ തോറ്റുപോകും, എവറസ്റ്റ് കൊടി പോലും നമ്മുടെ മുന്നിൽ. കാരണം അത്രയ്ക്കും ചതിയും വഞ്ചനയും കാണിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തൊരുമാറാകട്ടെ, അള്ളാഹു പുറത്തൊരുമാറാകട്ടെ. നല്ല പരിപാടിയാ. അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വഴുതു പറയുന്നവന് ചൂടുവെള്ളം, കേൾക്കാൻ വന്നവർക്ക് കാപ്പിയും കടിയും. ഇങ്ങനെ വഴുതു പറയാൻ വന്നവന് ചൂടുവെള്ളം, കുഴപ്പമില്ല. അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല, കൂടെ നിന്നിട്ട് ചതിക്കാൻ പാടില്ല. അങ്ങനെ സ്വഭാവം, വഞ്ചന. അല്ലാഹുവേ പടച്ചോനെ, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ചതിയും വഞ്ചനയും നടക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴും ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ അയൽവാസിയായ ഒരു പെണ്ണ് 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഉസ്താദ്. 3 ഭർത്താവ് ഗൾഫിലെങ്ങണ്ടായിരുന്നു, പാവപ്പെട്ടവൻ. 3 വയസ്സുള്ള കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഉസ്താദേ. ഭർത്താവ് യാചിക്ക, ഈ കുഞ്ഞിന്റെ കരച്ചില് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ യാചിക്ക. പെണ്ണിനോട് പറഞ്ഞു, വാ. അവള് വരൂല. എന്റെ പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിൽ നിന്ന് ചതിയും വഞ്ചനയും വല്ലാതെ വർദ്ധിക്കുന്ന കാലം അല്ലേ? അല്ലാഹുവേ പടച്ചോനെ, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ എടുക്കുമ്പോ ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ, രാവിലെ പാപ്പയോട് സലാമൊക്കെ പറഞ്ഞു, അല്ലാ എന്ത് സ്നേഹത്തോടാ പോണെ, വൈകിട്ട് കാണുന്നില്ല, തെരയും പറയുന്നു പോയെന്ന്, തെരയും പറയുന്നു പോയെന്ന്. അല്ലാഹുവേ, നമ്മുടെ പെമ്മക്കൾ എന്ത് പറ്റി? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തലശ്ശേരി കോടതിയുടെ മുന്നിൽ നടന്ന ഒരു വീഡിയോ കാണാനുണ്ട്. കാമുകന്റെ കൂടെ 60 വയസ്സുള്ള പൊന്നുമോൾ ഇറങ്ങിപ്പോകുമ്പോ വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പം കിടന്ന് യാചിക്കുന്നു, മോളെ പോകല്ലേ, കിടന്ന് യാചിക്ക. വാപ്പയുടെയും ഉമ്മയുടെയും കരച്ചിലിന് എന്ത് വരാ? കാമുകന്റെ കൂടെ വണ്ടിക്കകത്ത് കയറിയിരുന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന മക്കൾ. കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ കുടിച്ചോ, സന്തോഷം, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ ഇത്. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. അതെങ്ങനാ? മക്കളെ കുറ്റം പറയൂല. ഞാൻ ചെറുപ്പക്കാർ ഒളിച്ചോടുന്ന പെണ്ണുങ്ങളെ എന്ന് ഞാൻ കുറ്റം പറയാൻ നിൽക്കൂല, ഒളിച്ചോടുന്ന പെണ്ണുങ്ങളെ എന്ന് ഞാൻ കുറ്റം പറയൂല. കാരണം ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തു ദോഷം, അതന്നെ വളർത്തു ദോഷം. ഇതെങ്ങനെ? പ്രേമവും പ്രണയൊക്കെ ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 കാര്യം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു, മാറ്റിവെക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയ അപ്പം ചെയ്തോണം, പിന്നത്തേക്കൊന്നും മാറ്റിവെക്കല്ലേ. 1, നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം നിസ്കരിച്ചോണം. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പോഴും നിസ്കരിക്കണം. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചാ നടക്കില്ലെന്ന് നബിയിന റസൂലുള്ളാഹി. സുബഹിക്ക് വാങ്ക വിളിച്ചു, ആപ്പ പറഞ്ഞു അമ്മനെ പള്ളിയിൽ പോകാം. ഉമ്മച്ചി വിളിച്ചു, ഉമ്മ ഈ അരമണിക്കൂറുണ്ട് ഉമ്മ ഇക്കാമത്ത് കൊടുക്കാൻ, ഒരു 10 മിനിറ്റ് കൂടെ. എന്നാ ചുരുണ്ടൊന്ന് കടങ്ങും. 7 മണിയാവും എഴുന്നേക്കുമ്പത്തേ കഴിഞ്ഞു. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പം നിസ്കരിക്കണം. 2, വീട്ടിൽ ആരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കിയേക്കണം. അവൻ വരട്ടെ, ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, ദുബൈ കിടക്കുന്നവൻ വരട്ടെ. ഇങ്ങനെ വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കും. കണ്ടിട്ടില്ലേ? ഒരാളും കൂടെ പൊതിയല്ലേ, ഒരാളും കൂടെ ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ ആരെങ്കിലും മരിച്ച കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. 3 വാപ്പമാര് കേട്ടോ. എന്റെ ശബ്ദം കേൾക്കുന്ന പെമ്മക്കളുള്ള ആ മക്കളുള്ള ഓരോ വാപ്പയും കേട്ടോ. 3, നിന്റെ മക്കൾക്ക് പെണ്ണ് കെട്ടിയാ കൊള്ളാമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയ കെട്ടിച്ചു വിടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് പറയൂ, ഉസ്താദ് ഈ ഹദീസിന്റെ വാപ്പായിക്കെന്ന് പറഞ്ഞുകൂടെ? അള്ളാഹുവേ, മക്കള് പ്രായമായി, കെട്ടിച്ചു വിടൂല. 18 കെട്ടിക്കണമെന്ന് ഞാൻ പറയണില്ല, 10, 22, 23 ഒക്കെ ആയി, 25 ആയി. അള്ളാഹുവേ, നാട്ടുകാർ വന്നിട്ട് പറയണു, പാപ്പാ മോൻ ബസ് സ്റ്റോപ്പിലും സ്കൂളിന്റെ മുന്നിലൊക്കെ നിൽക്കുന്ന കണ്ടു തുടങ്ങി. അവന് പക്വത എത്തിയില്ല. വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ പിടിച്ച് തെങ്ങി കെട്ടിയിടുമ്പോ വാപ്പയ്ക്ക് മനസ്സിലായി മോന് പക്വത എത്തിയില്ല. അള്ളാഹുവേ പടച്ചവനെ, പെൺകുട്ടികൾ പ്രായപൂർത്തിയായി, വയസ്സ് കുറയായി, MA ക്ക് പഠിക്കട്ടെ, ഡിഗ്രിക്ക് പഠിക്കട്ടെ,